എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 80 ശ്ലോകം 24 മുതൽ 31 വരെ 8 ശ്ലോകങ്ങൾ. ഭഗവാൻ എങ്ങനെയാ ആ മലിന വസ്ത്രം ധരിച്ച് എല്ലൊക്കെ ഉന്തി നിൽക്കുന്ന ആ സുഹൃത്തിനെ എത്രയോ കാലമായിട്ട് കണ്ടിട്ടുള്ള ആ സന്തോഷം കൊണ്ട് എങ്ങനെ ആലിംഗനം ചെയ്യുന്നു. അത് മാത്രല്ല, അശ്രുക്കൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകാണ്. അതിന് മുമ്പ് പറയുന്നു, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ അതിനു മുമ്പ് ഇങ്ങനെ കരഞ്ഞതായിട്ട് പറയണില്ല. അത്രയും പ്രിയപ്പെട്ട സുഹൃത്താണ്. അതാണ് ഭഗവാന്റെ, എന്റെ സുഹൃത്താണ് ഭഗവാൻ എന്ന് പറയാം. ഭഗവാന്റെ സുഹൃത്താണ് എന്ന് പറയുന്ന അതിനാണ് മാഹാത്മ്യം, അല്ലെ? ഭഗവാൻ പറയണം, ഇതാണ് എന്റെ സഖാവ്. അത്രയും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഭക്തി അങ്ങനെയാണ്, അചഞ്ചലമായ ഭക്തി, ഒന്നും വേണ്ട. അങ്ങനെതാ അദ്ദേഹത്തിനെ ആദരിച്ച് സ്വീകരിച്ച് ഇരുത്തി വസ്ത്രാഭരണങ്ങളൊക്കെ കൊടുത്ത് എത്ര സൽക്കരിച്ചിട്ടും മതിയാവണില്ല. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാ വിസ്മിതോ ഭൂത് അതിപ്രീത്യ അവധൂതം സഭാജിതം. സകല ജനങ്ങളാലും കീർത്തിക്കപ്പെടുന്ന യശസ്സോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ അതിപ്രീതിയോടെ സൽക്കരിക്കുന്ന മലിന വേഷത്തോടുകൂടിയ ആ കുചേല ബ്രാഹ്മണനെ കണ്ടിട്ട് ഭഗവാന്റെ ഭാര്യമാരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. എന്തൊരു അത്ഭുതം അത്! ഇങ്ങനെ ഇതുപോലെ ഒരു വൃദ്ധനായിട്ടും ശരീരം കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് എത്രയോ കാലമായിട്ട് എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടോ തോന്നും. അങ്ങനെ ഒരു എല്ലുന്തി നിൽക്കുന്ന. പക്ഷെ ഇതൊന്നും ഭഗവാന് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കണ്ടിട്ട് എത്രയോ പ്രീതിയോടുകൂടി ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട്, ഇങ്ങനെ ഇതിനു മുമ്പ് വേറൊരാള് ഇവിടെ ചെയ്യണത് കണ്ടിട്ടില്ല ഭഗവാന്റെ ഭാര്യമാര്. ഒരു അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവര് പറയാണ്, കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാ ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച. അന്തഃപുര സ്ത്രീകളുടെ ആ വിസ്മയത്തെ 2 ശ്ലോകം കൊണ്ട് വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കുചേല ബ്രാഹ്മണന്റെ ബാഹ്യരൂപത്തെയും ആ നിലയിലെ സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെയുമാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ താണ നിലയെ ശ്രീകൃഷ്ണ പാദാരവിന്ദ ഭക്തി എത്ര കണ്ട് ഉത്കൃഷ്ട നിലയിൽ എത്തിച്ചിരിക്കുന്നു. അതാണ് അവരുടെ ആശ്ചര്യം. കുചേലനെ കുറിച്ചിട്ട് ഒരു അവജ്ഞ അവർക്ക് തോന്നിയിട്ടേ ഇല്ല. അവര് പറയാണ്, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ എണ്ണ തേച്ചിട്ട് കുടിച്ചിട്ട് കാലം എത്രയായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും മലിനമായിരിക്കുന്നത്. രാജിച്ചിട്ടാണ് കഴിയണെന്ന് പറയണം. അപ്പൊ ഐശ്വര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരും അവഗണിക്കുകയുള്ളൂ, അല്ലെ? എല്ലാവരും നിന്ദിക്കുകയുള്ളൂ. അപ്പൊ ഏറ്റവും ഒരു അധമനായിട്ടിരിക്കുന്ന ഒരു മറ്റുള്ളവരുടെ കണ്ണില് അങ്ങനെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഭഗവാൻ സൽക്കരിക്കാൻ എന്താണ് കാരണം? ഈ സൽക്കാരം സ്വീകരിക്കാൻ മാത്രം എന്ത് പുണ്യാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? അതാണ് അവരുടെ ആശ്ചര്യം. യോസൗ ത്രിലോകഗുരുണാ ശ്രീനിവാസേന സംഭൃത പര്യങ്കസ്താം ശ്രിയം ഹിത്വാ പരിഷ്വക്തോ അഗ്രജോ യഥാ. 3 ലോകത്തിലും നിവസിക്കുന്നവരെല്ലാം ഏറ്റവും ആദരവോടെ പൂജിക്കുന്ന ലക്ഷ്മി വല്ലഭനായ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ, ഏറ്റവും ആദരിക്കുന്ന ഇദ്ദേഹം മഞ്ചത്തിലിരിക്കുന്ന ആ ശ്രീദേവിയായിട്ടുള്ള രുക്മിണിയെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ജ്യേഷ്ഠനെ പോലെ പ്രീതിയോടും ആദരവത്തോടും കൂടി അങ്ങനെ ആലിംഗനം ചെയ്യണം. ആലിംഗന യോഗ്യയായ ആ ശ്രീദേവിയെ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്തു എന്ന് മാത്രമല്ല, ജ്യേഷ്ഠന്റെ നേരെ കാണിക്കുന്നതായിട്ടുള്ള ബഹുമാനവും ഭക്തിയും ബഹുമാനവും ഈ കുചേലനോട് കാണിക്കണം. ഇത് എന്തൊരു അത്ഭുതം! അതാണ് അവര് വിചാരിക്കുന്നത്. കഥയാഞ്ചക്രദുർഗാധാഃ പൂർവാ ഗുരുകുലേ സതോ ആത്മനോ ലളിതാ രാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അവര്. അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്
ഭഗവാൻ അവര് കേൾക്കച്ചില പറയാണ്. അവര് കേൾക്കച്ചില തന്നെ ആ കുചേലനും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തിനെ പറ്റിയിട്ട് അങ്ങനെ കുചേലനോട് വിസ്തരിച്ച് അങ്ങനെ പറയണു, ചോദിക്കണു, പൂർവകഥകളെ വിസ്തരിക്കണു. പരീക്ഷിത്ത് മഹാരാജാവ് പറയാണ്, ഹേ രാജൻ, ഭഗവാനും കുചേലനും അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവര് ഗുരുകുലത്തിൽ വസിച്ച വിദ്യാഭ്യാസം ചെയ്ത കാലത്ത് നടന്ന ആ പൂർവകഥകളൊക്കെ അങ്ങനെ പ്രസ്താവിക്കാൻ തുടങ്ങി. അപ്പൊ ലോകസ്വഭാവമായ ഉച്ചനീചാവസ്ഥകള് സഹപാഠികള് അതൊന്നും കണക്കാക്കാൻ പാടില്ല എന്ന് ഭഗവാൻ തന്റെ പ്രവൃത്തി കൊണ്ട് ധരിപ്പിക്കുകയാണ് എല്ലാവരും. രാജപദവിയിലിരിക്കുന്ന ഭഗവാൻ ഒരു ദരിദ്രൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിദരിദ്രനായിട്ടുള്ള ഒരാള് ഗൃഹത്തിൽ വരുമ്പോ ശരിക്കും പലരൊക്കെ അങ്ങനെയാണ്, ഓ ഇത് എന്റെ അവസ്ഥ അങ്ങനെ അല്ലല്ലോ, എത്ര ഒന്നിച്ചു പഠിച്ചതാണെങ്കിലും ഒരു അവഗണന. ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവന്റെ ഏറ്റവും നല്ല സുഹൃത്ത്, അത് അവര് ഏത് പദവിയിലിരിക്കുന്നു എന്നും നോക്കരുത്, അവരോട് ആ സ്നേഹം മാത്രം കാണിക്കാൻ പാടുള്ളൂ എന്നത് ആ ലോകത്തിലുള്ളവരെ മുഴുവൻ കാണിച്ചു കൊടുക്കണം. അതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും തമ്മിലുള്ള ആ ഒരു ബന്ധം ആണ് അല്ലെ എല്ലാവരും ഉദാഹരണമായിട്ട് പറയുക. സുഹൃത് ബന്ധത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭഗവാൻ ഇതാ ആ കൈകോർത്ത് അങ്ങോട്ട് പിടിച്ച് എന്തൊക്കെയാ സുധാമാവിയ വിശേഷങ്ങൾ പറയൂ, നമ്മൾ അന്ന് അവിടെ താമസിച്ച കാര്യം എന്നൊക്കെ ഇതാ അങ്ങനെ വളരെ സന്തോഷപൂർവ്വം അങ്ങനെ കുചേലനോട് ചേർന്നിരുന്ന് കൈ കോർത്ത് പിടിച്ചിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച അഭിബ്രഹ്മൻ ഗുരുകുലാൽ ഭവതാലബ്ധ ദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവ. അവൻ ചോദിക്കണേ, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് ഗുരുദക്ഷിണ ചെയ്തൊക്കെ പോയതിനു ശേഷം സമാവർത്തനമൊക്കെ കഴിച്ചിട്ട് വിവാഹമൊക്കെ കഴിച്ചില്ലേ, ഉചിതമായ ഭാര്യയെ തന്നെയല്ലേ സ്വീകരിച്ചത്, സുഖമായിട്ടിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഖല്ലേ അങ്ങേക്ക്? അദ്ദേഹത്തിന്റെ നില കാണുമ്പോ തോന്നുന്നു സുഖമില്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ഒരു സംശയിച്ചുള്ള ചോദ്യമാണ്. അതായത് ബ്രഹ്മചര്യം അവസാനിപ്പിക്കേണ്ടതും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടതും ആ സമയാസമയത്ത് തന്നെ ചെയ്തില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കണത്, ഭഗവാൻ ഉദ്ദേശിക്കണത്. അപ്പൊ പണ്ടൊക്കെ ഈ ഗുരുശിഷ്യ സമ്പ്രദായം പണ്ടത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് പ്രതിഫലമൊന്നും ഗുരുക്കന്മാര് വാങ്ങുക പതിവില്ല, ഫീസ് വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി പണ്ട് ഇല്ല. ഗുരു ശുശ്രൂഷ അതാണ് ശിഷ്യന്മാരുടെ ധർമ്മം. അപ്പൊ പഠിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ യഥാശക്തി ദക്ഷിണ ചെയ്യണത് അത് പതിവാണ്. അത് ചെയ്തില്ലെങ്കിൽ അവരുടെ ഗുരുവിന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. ഗുരുവിനെ അത് ഒരിക്കലും മോഹിച്ചിട്ടല്ല, ഇവരുടെ കടമയാണത് ശിഷ്യന്മാരുടെ, അതുകൊണ്ട് മാത്രം. അല്ലാതെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് അല്ല, ദക്ഷിണ കിട്ടാനോ ഫീസ് കിട്ടാനോ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. പണ്ട് അങ്ങനെ ആരും ചെയ്തിരുന്നില്ല ഇന്നത്തെ പോലെ. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതം ഹിമേ. വിവാഹം കഴിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ഒന്നും മറുപടി പറയാത്തത് കൊണ്ട് ഒന്നും ഇണ്ടാതിരിക്കണം, നിഷേധിക്കാത്തതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഭഗവാൻ അറിയാം അദ്ദേഹത്തിന് വിഷയസുഖത്തിലൊന്നും ഒരു താല്പര്യമില്ല, ധനം സമ്പാദിക്കണമെന്നും ഒട്ടുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിരക്തനാണ് എന്നുള്ളത് ഭഗവാന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഭഗവാന്റെ വാക്കുകൾ. എനിക്കതറിയാം എന്ന് പറയണം. കേജിൽ കുറുവന്തി കർമാണി കാമൈരഹത ചേതസ ത്യജന്ത പ്രകൃതി ദേവി യഥാഹം ലോകസംഗ്രഹം. നിത്യതൃപ്തനും ഈശ്വരനുമായ ഞാൻ, ഭഗവാൻ പറയാ, പ്രകൃതിയുടെ യാതൊരു ബാധയും കൂടാതെ ലോകാനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ചിലര് കാമഹതന്മാരല്ലാത്തത് കൊണ്ട് ഈശ്വരമായ വിലാസത്താൽ സാധാരണക്കാർക്കുണ്ടാകുന്ന വിഷയാശകളെ ദൂരെ ഉപേക്ഷിച്ച് ലോകാനുഗ്രഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കർമ്മയോഗികള് മറ്റുള്ളവർക്ക് ഇപ്പൊ ഗൃഹധർമ്മ ക്ലേശം അനുഭവിക്കുന്നവരെ പോലെ തോന്നും, പക്ഷെ അവര് ക്ലേശമില്ലാത്തവരും കൃതകൃത്യന്മാരുമാണ്. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. കച്ചിൽ ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗയതാ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരമശ്നുതേ. ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവന്, ബ്രാഹ്മണൻ ഏതൊരു മഹാത്മാവിന്റെ ഉപദേശത്താൽ പരമാത്മതത്വം അറിഞ്ഞിട്ട് സംസാരക്ലേശത്തിൽ നിന്ന് മുക്തനായിട്ട് ഭവിക്കുന്നുവോ, ആ ഗുരുവിന്റെ സന്നിധാനത്തിൽ,
നമ്മള് രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചത് അങ്ങ് ഓർമ്മിക്കണില്ലേ? എത്ര നല്ല ദിവസങ്ങളായിരുന്നു അല്ലേ സുധാമാവ്? സംസാര സങ്കടം നശിക്കണമെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാവണം. അത് സമ്പാദിക്കാനാണ് ഗുരുകുലവാസം ചെയ്യേണ്ടത്. ഇതായിരുന്നു ശരിക്ക് പൂർവ്വകാലത്തെ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം. അപ്പൊ പരമപുരുഷാർത്ഥ പ്രീതിയില് മറ്റുള്ള 3 പുരുഷാർത്ഥങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ അതുകൊണ്ട് അതൊന്നും വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് മാത്രല്ല, വിവേകികള് നശ്വരങ്ങളായ ധർമാർത്ഥ കാമങ്ങൾ എന്ന ആ ത്രിവർഗത്തിൽ മനസ്സിരുത്താതെ പുനരാവൃത്തിരഹിതമായ ആ പദത്തെ പ്രാപിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നവരാണ് വിവേകികൾ. ഇത് തന്നെയാണ് ദ്വിജധർമ്മം എന്നും അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് സർവജ്ഞനായ ഭഗവാനും സംസാര സന്താപകരമായിരിക്കുന്ന പരമാത്മജ്ഞാനം ഗുരുവിൽ നിന്ന് സമ്പാദിച്ചതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരമഗുരു ലാഭത്തിനായിട്ട് പരിശ്രമിക്കേണ്ടത് എല്ലാവരുടെയും മുഖ്യമുറയാണ് എന്ന് ലോകത്തോട് ഉപദേശിച്ചിരിക്കുക ഭഗവാൻ ഇതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കേണ്ടത്? പക്ഷെ എങ്ങനെയാണ് വേണ്ടത് എന്ന് ലോകത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഭഗവാൻ തന്നെ അത് അനുഷ്ഠിച്ച് കാണിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.